ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനാചരണം ഭക്തിപുരസ്സരം നടന്നു. SNDP യോഗത്തിന്റെയും വിവിധ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ സന്ദേശയാത്ര, പ്രഭാഷണങ്ങൾ, സമൂഹസദ്യ തുടങ്ങിയവ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. ഗുരുദേവ മന്ദിരങ്ങളിലും ക്ഷേത്രങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ, ഗുരുദേവ കൃതികളുടെ പാരായണം, മഹാസമാധി പൂജ തുടങ്ങിയ ചടങ്ങുകളും നടന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് മഹാസമാധി ദിനം ശ്രീനാരായണീയ സമൂഹം ഭക്തിയാദരങ്ങളോടെ ആചരിച്ചു. SNDP യോഗം ശാഖകളുടെയും മറ്റ് ശ്രീനാരായണീയ സംഘടനകളുടെയും ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങുകൾ. SNDP യോഗം കളത്തൂർ, കുറവിലങ്ങാട്, കാളികാവ്, ഇലക്കാട് ശാഖകളുടെ സംയുക്താഭിമുഖ്യത്തിൽ കാളികാവ് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളോടെ ഗുരുദേവ മഹാസമാധി ദിനാചരണം നടന്നു. രാവിലെ ഗണപതി ഹോമത്തെ തുടർന്ന് ഗുരുദേവ കൃതികളുടെ പാരായണം നടന്നു. തുടർന്ന് ഉപവാസ യജ്ഞം ആരംഭിച്ചു. നീലിമ കളത്തൂർ പ്രഭാഷണം നടത്തി. കന്നിമാസം 3-ാം തീയതിയോടുകൂടി 2-ാം തീയതി അരുണാചല വിശ്വത്ത് രമണ മഹർഷിയുടെ അടുത്തോട്ട് തന്റെ ഒരു ദൂതനെ പറഞ്ഞയച്ചു. എന്തിനാണ്? രമണ മഹർഷിയോട് എന്ത് ചെന്ന് പറയാൻ ഒന്നും ആ ദൂതനോട് പറഞ്ഞില്ല. അരുണാചലിൽ ചെന്ന് രമണ മഹർഷിയെ കണ്ടുവരാനേ പറഞ്ഞുള്ളൂ. അപ്പോൾ രമണ മഹർഷിയുടെ അടുത്ത് ആൾ വന്ന് ദൂതനെ അറിയിച്ചു, എന്താണ്, കേരളത്തിൽ നിന്ന് നാരായണ ഗുരു ഒരു ദൂതനെ അയച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ രമണ മഹർഷിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി. എന്താണ്? നിർവാണമായി. അപ്പോൾ തന്നെ രമണ മഹർഷി പറഞ്ഞു, പെരിയോൻ നിർവാണമായി. ഉച്ചയ്ക്ക് വിശേഷാൽ ഗുരുപൂജയും അർച്ചനയും, തുടർന്ന് സമൂഹസദ്യ, മഹാസമാധി പൂജ, ഉപവാസ സമർപ്പണം എന്നിവ നടന്നു. SNDP യോഗം 40-ാം നമ്പർ ഏറ്റുമാനൂർ ശാഖയുടെ നേതൃത്വത്തിൽ ഗുരുദേവ മഹാസമാധി ദിനാചരണം വിപുലമായ പരിപാടികളോടെ നടന്നു. രാവിലെ ഗുരുപൂജ, ഗുരുപുഷ്പാഞ്ജലി എന്നിവയെ തുടർന്ന് ഉപവാസം ആരംഭിച്ചു. സമൂഹ പ്രാർത്ഥന, ഗുരുദേവ കൃതികളുടെ ആലാപനം എന്നിവയെ തുടർന്ന് ഏറ്റുമാനൂർ നന്നാവനം ഓഡിറ്റോറിയത്തിൽ സമൂഹസദ്യയും നടന്നു. SNDP യോഗം കോട്ടയം യൂണിയൻ പ്രസിഡന്റ് M. മധു സമൂഹസദ്യ ഉദ്ഘാടനം ചെയ്തു. ഇന്നും നമ്മൾക്കൊന്ന് പറയുവാനുണ്ട്, നാളെയും ഒന്ന് പറയുവാനുണ്ട്. അത് ഇങ്ങനെ അഭംഗരം നടക്കുകയാണ്. ആ ഗുരുവിൻ്റെ അനുഗ്രഹങ്ങൾ ഈ സമൂഹത്തിന് നാളിതുവരെയായി ഉണ്ടായ അനുഗ്രഹങ്ങൾ ഏറെ വലുതാണ് എന്നറിയാം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ഗുരുദേവൻ വിവരസാങ്കേതിക വിദ്യയെപ്പറ്റി പറഞ്ഞു എങ്കിൽ ഇന്ന് ആ വിവരസാങ്കേതിക വിദ്യ ഏത് തരത്തിലാണ് ഇപ്പോൾ ആഴ്ചകൾക്കുള്ളിൽ സംഭവിച്ചത് എന്ന് ആലോചിക്കുവാൻ പോലും പ്രയാസമായ ഒരു കാലഘട്ടത്തിൽ നാം എത്തിയിരിക്കുകയാണ്. SNDP യോഗം കോട്ടയം യൂണിയൻ കൗൺസിലർ ദിലീപ് കുമാർ കൈപ്പുഴ, വനിതാ സംഘം കോട്ടയം യൂണിയൻ പ്രസിഡന്റ് ഇന്ദിര രാജപ്പൻ, ശാഖാ പ്രസിഡന്റ് PN ശ്രീനിവാസൻ, സെക്രട്ടറി AK രജികുമാർ, വൈസ് പ്രസിഡന്റ് MN സജി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. SNDP യോഗം മാഞ്ഞൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുദേവ മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി ഗുരുദേവ സന്ദേശയാത്ര നടത്തി. ഗുരുമന്ദിരത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച യാത്ര കോതനെല്ലൂർ ടൗൺ ചുറ്റി തിരികെ ഗുരുമന്ദിരത്തിന് മുന്നിൽ എത്തി സമാപിച്ചു. തുടർന്ന് പ്രഭാഷണവും സമൂഹസദ്യയും നടന്നു. ശാഖാ പ്രസിഡന്റ് രജീഷ് ഗോപാൽ, വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ ഗോകുലം, സെക്രട്ടറി EK മോഹനൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കടപ്പൂർ 105-ാം നമ്പർ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനം ആചരിച്ചു. ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, പ്രഭാഷണം, സമൂഹസദ്യ എന്നിവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. ഗുരുദേവ ക്ഷേത്രത്തിൽ രാവിലെ ശാന്തി രാജേഷ് വൈദ്യത്തിന്റെ കാർമ്മികത്വത്തിൽ ഗുരുപൂജ നടന്നു. ശേഷം SNDP ഹാളിൽ നടന്ന സമൂഹ പ്രാർത്ഥനയിൽ നൂറുകണക്കിന് ശ്രീനാരായണീയ ഭക്തർ പങ്കെടുത്തു. SNDP യോഗം മീനച്ചിൽ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ സുരേഷ് ഇട്ടിക്കുന്നൽ ഗുരുദേവ സമാധി ദിന സന്ദേശം നൽകി. കടപ്പൂർ ശാഖയിൽ വലിയ ഒരു മാറ്റം ഇനി സംഭവിക്കാൻ പോവുകയാണ്. നമ്മൾ നല്ല രീതിയിൽ ശാഖ മുന്നോട്ട് പോകുന്നൊരു മാതൃകാ ശാഖയായി തന്നെ ഞങ്ങളിപ്പോൾ ഈ യൂണിയൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാവിധ പുരോഗതികൾക്കും നിങ്ങളിപ്പം പ്ലാനിട്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്മകൾ നേരുകയും ഭഗവാന്റെ ഈ സമാധി ദിനത്തിൽ ഭഗവാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സംഘടന കൊണ്ട് ശക്തരാകുക, പിന്നെ വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധരാകുക, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും ഈ യുഗത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ കുട്ടികളെ നല്ല നിലയിലേക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരിക, സംഘടനയുടെ ശക്തി കൊണ്ട് നമ്മുടെ അധികാര കേന്ദ്രങ്ങളിൽ നമ്മൾ ശക്തി പ്രാപിക്കുക. ഈ 2 കാര്യങ്ങളെ നമ്മൾ മുൻനിർത്തിക്കൊണ്ട് ഭഗവാന്റെ ഈ 97ാമത് സമാധി ദിനാചരണം. ഗാന്ധിനഗർ ശ്രീനാരായണ സേവ നികേതനിലെ നിമിഷ രമേശ് ഗുരുദേവ പ്രഭാഷണം നടത്തി. സമൂഹസദ്യയിലും നിരവധി ആളുകൾ പങ്കെടുത്തു. SNDP യോഗം 6383-ാം നമ്പർ കടുത്തുരുത്തി വാലാച്ചിറ ശാഖയുടെ നേതൃത്വത്തിൽ മഹാസമാധി ദിനാചരണത്തിന്റെ ഭാഗമായി ശാന്തിയാത്ര, പൊതുസമ്മേളനം, പ്രഭാഷണം എന്നിവ നടന്നു. രാവിലെ ഗുരുദേവ കീർത്തന ആലാപനം,
ആത്മോപദേശക ശതകം, സമൂഹാലാപനം, വിശേഷാൽ ഗുരുപൂജ, വിശ്വശാന്തി പൂജകൾ, സമൂഹ പ്രാർത്ഥന എന്നിവയും തുടർന്ന് ശാന്തിയാത്രയും നടന്നു. ശാഖാമന്ദിരത്തിൽ നിന്നും പുറപ്പെട്ട് റെയിൽവേ ഗേറ്റ്, മേട്ടുംപാറ, ചാക്കരിമുക്ക്, വാലാച്ചിറ കടവ് വഴി ശാന്തിയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് SNDP യോഗം സൈബർ സേന മുൻ ചെയർമാൻ സുരേഷ് ബാബു മാധവൻ ഗുരുദേവ പ്രഭാഷണവും നടത്തി. ശാഖായോഗം പ്രസിഡന്റ് സോമൻ കണ്ടമ്പുഞ്ചയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈക്കം DYSP സിബിച്ചൻ ജോസഫ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശാഖായോഗം സെക്രട്ടറി പ്രശാന്ത് തോട്ടത്തിൽ, വൈസ് പ്രസിഡന്റ് ഷിബു KP, മാനേജിംഗ് കമ്മിറ്റി ബിനു, വനിതാ സംഘം പ്രസിഡന്റ് ഉർമിള ദിവാകരൻ, സെക്രട്ടറി വിനീത അനിൽകുമാർ, സുരേന്ദ്രൻ, തേജസ് ഭവൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗുരുപൂജ, വടയാർ സുരേഷ് ശാന്തിയുടെ നേതൃത്വത്തിൽ മഹാസമാധി സമർപ്പണം, അന്നദാനം എന്നിവയും നടന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.